ഓണത്തെ വരവേൽക്കാൻ പൂക്കൾക്കായി മലയാളി തമിഴ്നാടിനെ ആശ്രയിക്കണമെന്ന പരാതി പണ്ട് മുതലേ ഉള്ളതാണ്. ഇതിന് പരിഹാരം കാണാൻ ഇടുക്കി സേനാപതിയിൽ 2 സുഹൃത്തുക്കൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിയ പൂക്കൃഷി വൻ വിജയമായി. ഇത്തവണ സേനാപതിയിലെ പൂക്കളും പൂക്കളങ്ങളിൽ വിസ്മയ കാഴ്ച ഒരുക്കും. കൃഷിക്ക് പേരുകേട്ട ഗ്രാമമാണ് ഇടുക്കിയിലെ സേനാപതി. ആ കാർഷിക പെരുമ പൂക്കൃഷിയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ് സുഹൃത്തുക്കളായ സിന്ധു കണ്ണനും ജിലു ബിജുവും. ഇരുവരും ഒന്നിച്ച് 1/2 ഏക്കറോളം സ്ഥലം പാട്ടത്തിനെടുത്താണ് പൂക്കൃഷി നടത്തിയത്. ബന്ദി, വാടാമുല്ല, ജമന്തി തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട പൂക്കൾ വിരിഞ്ഞ പാടം ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നെൽകൃഷി ഇറക്കിയിരുന്ന പാടം തരിശായതോടെ ഇവർ പാട്ടത്തിനെടുത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ പൂക്കൃഷി നടത്തുകയായിരുന്നു. ഇത് ബാംഗ്ലൂർ ഹൊസൂരിൽ നിന്നാണ് ഇതിൻ്റെ തൈകൾ വന്നത്. ഇത് യൂട്യൂബിൽ കണ്ടാണ് അവരെ വിളിച്ചതും ആ ഒരു ഫാമുകാരെ വിളിച്ചതും. അവരാണ് 20 ദിവസം പ്രായമായ തൈ നമുക്ക് ഇവിടെ എത്തിച്ചു തന്നത്. ഇപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള കൃഷി രീതികളെല്ലാം അവർ പറഞ്ഞ രീതിയിലാണ് ചെയ്തത്. നിലം ഒരുക്കിയതും ചെടി നട്ടതും വളവിട്ടതും ഇതുവരെയുള്ളത്. ഓണത്തോടനുബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങളുടെയും ക്ലബ്ബുകളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൂക്കള മത്സരത്തിനായി നിരവധി പേർ പൂക്കൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നാണ് ഹൈബ്രിഡ് തൈകൾ എത്തിച്ചത്. ജൂണിൽ കൃഷി ഇറക്കി. വിവിധ ഇനങ്ങളിൽപ്പെട്ട 4000 തൈകളാണ് നട്ട് പരിപാലിച്ചത്. ഈ പൂപ്പാടം കാണാൻ നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട്. പൂന്തോട്ടത്തിൽ നിന്ന് സെൽഫിയും ഫോട്ടോയും എടുക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ഇടുക്കി.